ഇത് നമ്മളിപ്പോ പണിത് ഇങ്ങനെ ഇട്ടേക്കാണ്. സാധാരണ നമ്മളിത് പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്യുമ്പോ നമ്മളിപ്പോ വൈകുന്നേരം ആകുന്നത് പാക്ക് ചെയ്യും. നമ്മളിതെല്ലാം പണിത് ഇങ്ങനെ കയറ്റിയിടണേണ് ഇവിടെ. പണിതത് സാധനമൊക്കെ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറെ സാധനമൊക്കെ ഇറങ്ങിപ്പോയി. ആൾക്കാർ വന്ന് കൊണ്ടുപോയി, കടക്കാർ വന്ന് കൊണ്ടുപോകും. പിന്നെ ഇതിപ്പോ പിന്നെ നമ്മളത് കൂടാതെ കട്ടില് 1-1 ആണത്. അത് നമ്മുടെ സെറ്റി എന്ന് പറയുന്നത് ഇത്തിരി ഹെവി ആയിരിക്കും. അതായത് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ ആണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അരൂക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വർക്ക്ഷോപ്പിലാണ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചറിന്റെ ആണ്. ഇവിടെ സെയിലും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പല സെറ്റി മുതൽ അങ്ങോട്ട് എല്ലാ ഐറ്റംസും ഫർണിച്ചർ എന്തൊക്കെയുണ്ടോ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വരുന്നുണ്ട്. ഇത് സ്ഥലം അരൂക്കുറ്റിയിലാണ്. അരൂക്കുറ്റിയിൽ RR എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. പലതരം ഫർണിച്ചറും ഉണ്ട്, അതേപോലെ അലമാര കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കുറെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ ഈ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ കുറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഉടമസ്ഥനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം ഒന്ന് ഓണർ പരിചയപ്പെടാം. സാറിന്റെ പേരൊന്ന് പറയാം. എന്റെ പേര് രമേശ് ആർ നായിക്. നായിക്. സാറ് ഇവിടെ ഫർണിച്ചറിന്റെ ഷോപ്പാണോ അതോ വർക്ക്ഷോപ്പാണോ, റീഫർണിഷിംഗ് എങ്ങനെയാ ഇതിന്റെ പരിപാടി? ഇവിടെ നമ്മളിവിടെ പുതിയത് ചെയ്തു കൊടുക്കുന്നതാണ്. പുതിയത് സെറ്റി, കട്ടില്, ഫർണിച്ചർ, എല്ലാ രീതിയിലും ഇവിടെ നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. അതായത് ആൾക്കാർക്ക് ആവശ്യമുള്ള മെഷർമെന്റിൽ മോഡലും പറയണ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. അരൂക്കുറ്റിയില് നമ്മുടെ വട്ടക്കൽ എന്ന് പറയും. വട്ടക്കൽ ക്ഷേത്രം. നമ്മളിവിടെ ചെയ്യണ ഫുൾ കവർ സെറ്റി ഉണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കടക്കാർക്ക് സപ്ലൈ ചെയ്യണതാണ് നമ്മള്. അത് ചില കടക്കാരുടെ ടേസ്റ്റ് അനുസരിച്ച്, അത് ചില കടക്കാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ ക്വാളിറ്റി മതി എന്ന് പറഞ്ഞ് മേടിക്കും. ചില കടക്കാരൊക്കെ നല്ല ഹെവി ക്വാളിറ്റി വേണമെന്ന് പറയും. അതായത് ഹൈ റേഞ്ച് സെറ്റുകൾ വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ശരിക്കും 12,500 മുതൽ നമ്മൾ സെറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല ഒരു ഹെവി നല്ല കടക്കാരൊക്കെ ആണെങ്കിൽ ഒരു 42 രൂപ, 28 രൂപ, 38 രൂപ അങ്ങനെയൊക്കെ സെറ്റുകളുണ്ട്. നമ്മളത് ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോഫയും സെറ്റിയൊക്കെയാണ്. അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഓണർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പോക്കറ്റ് ഫിങ് സെറ്റി ബാക്ക് ഭാഗം റെക്രോൺ ആണ് ഈ കാണുന്ന സെറ്റിയിൽ വരുന്നത്. ഈ സെറ്റിയാണ് ഞാൻ പറഞ്ഞത്, പോക്കറ്റ് ഫ്രിങ് ആണ്. ഇത് എന്താ റെക്രോൺ ആണ്, റെക്രോൺ സെറ്റിയാണിത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് നല്ല ക്വാളിറ്റിയാണിത്. ഇതിന്റെ ഇട്ടേക്കണത് കൂടിയ ടൈപ്പ് റെക്സിനാണ്. ആർട്ടിക്കിൾ ലെതർ എന്ന് പറയും, ഇത് HR എന്ന് പറയും. പല പേരില പല ആൾക്കാർ പറയണ, പല കമ്പനിക്കാര്. ഈ സെറ്റി അത്യാവശ്യം ഇപ്പോ നല്ല ഹൈ റേഞ്ച് ക്വാളിറ്റി സെറ്റിയാണിത്. അതായത് ലക്ഷറി സെറ്റി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സെറ്റുകൾ നമ്മൾ വേറെയും പണിത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പണിതൊക്കെ കയറിപ്പോയി ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കടക്കാരും വന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കസ്റ്റമറും വന്ന് ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കസ്റ്റമർ വന്ന് നമുക്കിവിടെ അവരെ മെഷർമെന്റ് ചെയ്ത് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഓർഡർ വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഇത് സാധാരണ ഫോം സെറ്റിയാണ്. ഇത് 32 ഡെൻസിറ്റി ഫോം ആയിട്ടേക്കണേ ഇതില്. പിന്നെ ചാരും ഫോമാ. ചാരിൽ 23 ഡെൻസിറ്റി. ഈ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ കിൽറ്റ് ക്ലോത്താ. അതായത് ഈ അടുക്ക് ഇറങ്ങിയ ക്ലോത്താണ് ഇത്. ഇതും പിന്നെ ബ്ലാക്ക് ഗ്രേ ഹാൻഡിലും ഇത് ബ്ലാക്ക് ആണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ സെയിം വേറൊരു ഇത് ഹാൻഡിലൊക്കെ ബ്ലാക്കും ഡാർക്ക് ഗ്രേയുമാണ്. ഇതിന്റെ ശരിക്കും ഇത് നമ്മളിപ്പോ പണിത് ഇങ്ങനെ ഇട്ടേക്കാണ്. സാധാരണ നമ്മളിത് പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്യുമ്പോ നമ്മളിപ്പോ വൈകുന്നേരം ആകുന്നത് പാക്ക് ചെയ്യും. നമ്മളിതെല്ലാം പണിത് ഇങ്ങനെ കയറ്റിയിടണേണ് ഇവിടെ. പണിതത് സാധനമൊക്കെ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറെ സാധനമൊക്കെ ഇറങ്ങിപ്പോയി. ആൾക്കാർ വന്ന് കൊണ്ടുപോയി, കടക്കാർ വന്ന് കൊണ്ടുപോകും. പിന്നെ ഇതിപ്പോ 3+1 ആണിത്.
അത് നമ്മുടെ സെറ്റി എന്ന് പറയുന്നത് ഇത്തിരി ഹെവി ആയിരിക്കും. അതായത് ഒരാൾ കിടക്കാനുള്ള സൗകര്യവും 3 സീറ്റിലുണ്ട് നമ്മൾ ചെയ്യണ സെറ്റിക്ക്. നമ്മളെപ്പോഴും ഇത്തിരി വൈഡായിട്ടാണ് സെറ്റിയൊക്കെ പണിയണം. ചില ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള ഇതുണ്ടാവും, കംഫർട്ട് ഉണ്ടാവും. പിന്നെ 3 സീറ്റർ മാത്രമാണ് നമ്മളൊരു 6,500 മുതൽ 15 രൂപ വരെ മോഡൽ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കാറുണ്ട്. 3 സീറ്റർ മാത്രം. പല ക്വാളിറ്റിയുടെ സാധനം, തുണിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളത് കൂടാതെ കട്ടില് നമ്മളിവിടെ പണിത് കട്ടില് കൊടുക്കാറുണ്ട്. മഹാഗണി കട്ടിലായി കിടക്കണത്. പിന്നെ തേക്കിന്റെ ചെയർ നമ്മളതിനെ ഇവിടെ ചെയ്യണത്. പിന്നെ നമ്മള് മരപ്പണി നടത്തുന്ന ഏരിയയാണിത് മൊത്തത്തില്. ഇന്നിപ്പോ നമ്മള് കാക്കനാട് ഒരു സൈഡിൽ വർക്കുള്ളതുകൊണ്ട് പണിക്കാരൊക്കെ അവിടെ പോയിക്കണ പോളിഷ് പണി മാത്രമേ ഇപ്പൊ ഇവിടെ നടക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ അതായത് ഒരു ഓർഡർ വന്നാൽ അപ്പൊ തന്നെ ചെയ്യാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ടാവും. ക്ലോത്തും ഫോമും എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഇത് തന്നെ. അതിന്റെ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്. ചിലവരുടെ ബഡ്ജറ്റ് ഉണ്ടാവില്ല, ചിലവർക്ക് ആഗ്രഹങ്ങളായിരിക്കും എനിക്കൊരു വീട്ടിൽ സെറ്റ് വേണം, പക്ഷെ അവരെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാവില്ല. അപ്പൊ അവരെ പൈസ ഉള്ള രീതിയിൽ കുറഞ്ഞ ക്വാളിറ്റി ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു സെറ്റി ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. കാരണം ഇവിടെ ലൈവായിട്ട് നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾ പറയുന്ന മെറ്റീരിയൽ, നിങ്ങൾ പറയുന്ന ബജറ്റ്, ഏതൊക്കെ ക്വാളിറ്റിയിലുള്ള തടി വേണം. ഇപ്പം നമ്മുടെ ചിലർക്ക് പൈസ കൂടുതലുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ അതേപോലെയുള്ള വുഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു നോർമൽ അല്ലെങ്കിൽ ആവറേജ് സെറ്റി ഇവിടെ ഉണ്ടാക്കുന്നത് ലൈവായിട്ട് കാണാം. അപ്പം ഞാനിത് ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ലെങ്ത്തിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്, ഈ മെയ്ഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സെറ്റി ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അതെല്ലാം മെറ്റീരിയൽ എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. സെറ്റിക്ക് വേണ്ട പ്ലൈ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ അതിൻ്റെ ഡിസൈന്, അതിൻ്റെ വേണ്ട കാര്യങ്ങൾ. ആ ഒരു ലെവലിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. 2 ലെഗും അതേപോലെ തന്നെ അതിന് വേണ്ട ഹാൻഡിലും ഒക്കെയാണ് സെറ്റ് ചെയ്യാനും അതേപോലെ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത്. ഒരു സെറ്റിക്ക് വേണ്ട 2 സൈഡിലേക്കുള്ള ലെഗാണ് വന്നിരിക്കുന്നത്. അതിപ്പം ഇതേപോലെ സ്റ്റാപ്ലർ വെച്ച് ക്ലിപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതെല്ലാം ടെക്നിക്കലി അവരാ ചെയ്ത് അതിൻ്റെ 2 കാര്യങ്ങൾ പൂർത്തിയായാൽ ബാക്കി ഇനിയുള്ള പ്രോസസ്സിങ്ങിലേക്ക് കിടക്കുക എന്നുള്ള. അപ്പം അത് നമുക്കിപ്പോൾ കാണാം. ഇനി ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്ന മരങ്ങളാണ്. അത് ആ തടി നമ്മുടെ ക്വാളിറ്റി ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ മഹാഗണി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വുഡ് ഏതാണ് വേണ്ടത് അത് ഉപയോഗിച്ചായിരിക്കും അവർ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള വില വ്യത്യാസം, നമ്മൾ കൊടുക്കുന്ന ബജറ്റും എല്ലാം, അതിൻ്റെ ഡിസൈന് എല്ലാം മൊത്തത്തിൽ മാറ്റം വരും. ഇവിടെ ചെയ്തെടുക്കുന്നത് ഒരു നോർമൽ സെറ്റിയാണ്. അത് വലിയ വിലയുള്ളതല്ല, എന്നാലും നമുക്ക് കാണുമ്പം മനസ്സിലാവും. നോർമലി ഇവിടെ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും തടി കയറ്റാറില്ല, അത് ഇത്തരം മരം ഉപയോഗിക്കാറില്ല. ഇവിടെ കൂടുതലും അങ്ങനെ മരം കയറ്റുന്നുണ്ട്. അത് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഒരു സെറ്റിക്ക് അത് ഡ്യൂറബിൾ ആയിരിക്കും, കൂടുതൽ കാലം നമുക്ക് നിലനിൽക്കുന്ന രീതിയിലായിരിക്കും. അവർ ആ മരങ്ങളും കൂടുതലൊക്കെ ചേർക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക്
വന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് അവർ പറഞ്ഞാണ് ഒരു കസ്റ്റമർ ബെനിഫിറ്റ് ഉള്ള കേസ് കേട്ടാണ്. ഈ കാണുന്നത് ഹാൻഡിലാണ്. അപ്പോൾ ഈ ഹാൻഡിൽ നല്ലവണ്ണം മരം അവർ കൂടുതലും കയറ്റുന്നുണ്ട്. കൂടുതലും കട്ടി കിട്ടുവാനും അതേപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ് പൂർത്തീകരിക്കാനും സപ്പോർട്ട് കിട്ടാനും ഒക്കെ ആയിട്ട് കൂടുതൽ മരം ചേർക്കുന്നുണ്ട്. ഇതിന് മേളിൽ പ്രൈ വന്ന് അത് ക്ലിപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് വീഡിയോയിലൂടെ തുറന്ന് കാണാം. ഇത്രയും ചട്ടവും അതിൻ്റെ ആ ഒരു ഫ്രെയിമെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ട്രീറ്റിംഗ് ആണ്. ഇത് ട്രീറ്റ് ചെയ്തിട്ടാണ് ഇവർ ബാക്കിയുള്ള പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ടെർമിനേറ്റർ കാര്യങ്ങളെല്ലാം ചെയ്ത് അതിന് മുന്നോട്ടുള്ള ഫ്യൂച്ചറിൽ ചിതൽ പൂപ്പല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും വരാതിരിക്കാനായിട്ട് ഡ്യൂറബിളായിട്ട് നിലനിൽക്കാനായിട്ട് എല്ലാം ട്രീറ്റ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് ആ പ്രോസസ്സിങ് നടക്കുന്നത്. അതുപോലെ സോഫയായിട്ടും സെറ്റിയായിട്ടും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതെല്ലാം ലൈവായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കണ്ട് തന്നെ നമുക്ക് വാങ്ങാം എന്നുള്ളതാണ്. ഒരു സ്വല്പം നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഒരു ബജറ്റിലും ക്വാളിറ്റിയിലും ഒക്കെ ഉള്ള സെറ്റി ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം. ഇനിയിപ്പം ബെൽറ്റ് അടിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം. ഇനി ഇതിൻ്റെ ബെൽറ്റ് എല്ലാം നല്ലോണം ടൈറ്റ് ചെയ്ത് അത് ക്ലിപ്പ് ചെയ്ത് ബാക്കിയുള്ള എല്ലാം കട്ട് ചെയ്ത് കളയും. ഇത് ലെവലാക്കും. അതിനുശേഷം ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഫോം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും അതിലൊരു ട്രീറ്റിംഗ് ഉണ്ട്. എല്ലാ സമയത്തും ടെർമിനേറ്റർ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഫോം വരുന്നത്. പിന്നെ അതിൻ്റെ പശ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. ഇനി ഇതിലേക്ക് വേണ്ട ക്ലോത്ത്, അതായത് കൂടിയ തുണി വേണമെങ്കിൽ അങ്ങനെ നമ്മൾ പറയുന്ന ഏത് ക്ലോത്താണോ ആ മെറ്റീരിയൽ വരുന്ന ക്ലോത്തും ഒക്കെ ഉപയോഗിച്ചാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് പൂർത്തിയാവുക. അത് നമ്മുടെ ബജറ്റിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ക്ലോത്ത് ഇട്ടായിരിക്കും അവർ ചെയ്തു തരുന്നത്. പിന്നെ ഫോമിലാണെങ്കിലും അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഫോം ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ അതും അവർ അതിനനുസരിച്ചിട്ട് വരുന്നതായിരിക്കും.
ഈ സെറ്റിയുടെ ഒരു ഫൈനൽ പ്രോസസ്സാണ്. 2 ഹാൻഡിലൂടെ വരാനുണ്ട്. അപ്പോൾ ഇത് ഹാൻഡിലെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഒരു ഹാൻഡിലൂടെ വന്നാൽ മതി. അപ്പോൾ സെറ്റി ബാക്കി ഒരു ചെറിയ വർക്ക് കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫൈനൽ സ്റ്റേജ് വരുന്ന ലാസ്റ്റ് ഒരു ചിത്രം ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്ര നേരം നമ്മളിവിടെ മെയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന ആ സെറ്റി വരുന്നത്. ഞാനൊരു 18 കൊല്ലമായിട്ട് ഞാൻ ഒരു ശ്രീ ബാലാജി കർട്ടൻസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം നടത്തുന്നുണ്ട്. എനിക്ക് ചുള്ളിക്കലാണ് അതിൻ്റെ ഷോറൂം. ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് എടുത്ത് വിൽക്കലായിരുന്നു. ഇപ്പോൾ ഞാനതൊരു 8 കൊല്ലമായിട്ട് സ്വന്തമായിട്ട് തന്നെ ഞാൻ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കമ്പനി പോലെ ഒരു തുടങ്ങി വെച്ചിരുന്നു. അത് ഞാൻ ചെറുതായിട്ട് തുടങ്ങിയതാണ്. അത് വലുതായി ഇപ്പോൾ ഞാൻ കടക്കാർക്കൊക്കെ സപ്ലൈ ഉണ്ട്. അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടക്കാർക്ക് നമ്മൾ അവർക്ക് റേറ്റ് അനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ സാധനം ചെയ്ത് കൊടുക്കും. നമുക്ക് കൂടിയതാണെങ്കിൽ കൂടിയതും കുറഞ്ഞതാണെങ്കിൽ കുറഞ്ഞതും. അതായത് കടക്കാർക്ക് പല കടക്കാർ പല മാതിരിയാണ്. ചില കടക്കാർക്ക് കുറഞ്ഞ ക്വാളിറ്റി വിറ്റ് പോവുള്ളൂ. ഈ 13 രൂപ 13,500 ക്വാളിറ്റിയിൽ വിറ്റ് പോകും. ചില കടക്കാർക്കൊക്കെ 42 രൂപയുടെ ആ റേഞ്ച് വിറ്റ് പോകും. നമ്മൾ ഈ പറഞ്ഞ പോലെ 12,500 മുതൽ സെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ. അത് ഇപ്പോൾ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സെറ്റ് വേണ്ടവരും നിങ്ങളുടെ ബജറ്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ലൈവായിട്ട് കണ്ട് മേടിക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു മനുഷ്യനാണ്. ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെയുള്ള സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇവരുടെ ചുള്ളിക്കലൊരു ഷോറൂം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താവുന്ന പ്രതീക്ഷയോടെ താൽക്കാലികമായി സൈൻ ഓഫ്.